സ്ട്രോബെറി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വനില ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കടയിൽ നിന്നും വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിലും ടെക്സ്ചറിലും വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാനാവും. അപ്പോൾ ഇതിനായിട്ട് ഐസ്ക്രീം മേക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ബീറ്ററോ മിക്സിയോ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയെന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 250 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അളന്നെടുക്കാൻ കപ്പ് തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താലും മതി. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഐസ്ക്രീം ആകുമ്പം അത്യാവശ്യം നല്ല മധുരം വേണം. അതുകൊണ്ട് അല്പം മധുരം മുന്നോട്ട് നിൽക്കുന്ന ഒരളവിലാണ് ഞാൻ പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടാണ് പാല് തിളപ്പിക്കുന്നത്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി ഈ രീതിയിൽ ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ തിളപ്പിക്കണം. അപ്പോൾ അത്രയും സമയം തിളപ്പിക്കുമ്പോഴേക്കും പാല് അത്യാവശ്യം ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ പാത്രത്തിൻ്റെ അടിയിലൊക്കെ കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ തിളപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ പുറത്ത് വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ 1 മണിക്കൂർ കൂടെ വെച്ച് നന്നായിട്ട് ഇപ്പോൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഐസ്ക്രീം തയ്യാറാക്കാനുള്ള അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ഹെവി ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബോളും ബീറ്ററും ഞാൻ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഇതുപോലെ തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ബോളിലേക്ക് 1 കപ്പ് ഹെവി ക്രീം എടുക്കുന്നു. ഹെവി വിപ്പിംഗ് ക്രീമാണ്. ഇതിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഇത് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് വിപ്പ് ചെയ്തെടുക്കാൻ ബീറ്റർ തന്നെ വേണമെന്നില്ല, മിക്സിയിലും ചെയ്യാൻ പറ്റും. ഞാനത് വീഡിയോയുടെ അവസാനം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ കേക്കിലേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി ബീറ്റ് ചെയ്തെടുക്കുന്ന അത്രയും അളവില്ല, അതായത് സ്റ്റിഫ് പീക്സ് വരെ ഒന്നും എത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാൻ ഒരു മീഡിയം പീക്സ് അല്ലെങ്കിൽ സോഫ്റ്റ് പീക്സ് വരെ എത്തിയാലും മതി. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ 2 മിനിറ്റ് ഏറ്റവും ലോ സ്പീഡിൽ, അതായത് സ്പീഡ് 1 ബീറ്റ് ചെയ്യുന്നു. അതിനുശേഷം സ്പീഡ് 2 2 മിനിറ്റോടെ ബീറ്റ് ചെയ്യുന്നു. ഇത് അത്രയും സമയം കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഒന്ന് കുറുകി ഒരു സോഫ്റ്റ് പീക്സിനോട് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ചേർക്കുന്നത്. അപ്പോൾ ഐസിങ് ഷുഗർ തന്നെ വേണമെന്നില്ല, സാധാ പഞ്ചസാര പൊടിച്ചത് ചേർത്താലും മതി. അതായത് ഇത് അടിച്ചെടുക്കുമ്പോൾ ഇതിന് മധുരം ഉണ്ടാവണം. അപ്പോൾ മധുരമുള്ള ടൈപ്പ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഇത് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു മീഡിയം പീക്സ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ കുറുക്കി തണുപ്പിച്ച് വെച്ചിരുന്ന പാല് ചേർക്കാം. അപ്പോൾ ഇത് കറക്റ്റ് 1/2 കപ്പ് അളവാണുള്ളത്. അതായത് നമ്മൾ 1 കപ്പ് പാല് തിളപ്പിച്ച് കുറുക്കി അത് 1/2 കപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് ലോ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെനില ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ വെനില എസൻസ് കൂടി ചേർക്കാം. നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ സ്പാറ്റില കൊണ്ടൊന്ന് ഒതുക്കിയിട്ടിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഐസ്ക്രീം സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റിഫ് പീക്സ് വരെ ബീറ്റ് ചെയ്തെടുത്താൽ ഇതിലും തിക്കായിട്ടിരിക്കും. അങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ ലൂസായിട്ടിരുന്നാൽ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചർ അത്ര നന്നായിട്ട് വരില്ല. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് സെറ്റ് ആവാനായിട്ട് ഫ്രീസറിലേക്ക് 8 തൊട്ട് 10 മണിക്കൂർ വരെ വയ്ക്കും. ഇപ്പോൾ ഹെവി ക്രീം ബീറ്റർ കൊണ്ടാണ് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്നത്. ഇതേ ഹെവി ക്രീം മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ബോളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഹെവി ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാകും. അതുകൊണ്ട് ഈ ജാറ് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടും കൂടിയുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇത് അടിച്ചു കിട്ടും. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ലോ സ്പീഡിൽ 15 തൊട്ട് 20 സെക്കൻഡ് വരെ അടിച്ചാൽ മതി. ഇത് നന്നായിട്ട് വിപ്പായി കിട്ടും. ഇത് ഞാനിവിടെ ഒരു 18 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വിപ്പായി നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇത്രയ്ക്കങ്ങ് സ്റ്റിഫാകണമെന്നില്ല.
അപ്പോൾ എത്രമാത്രം അടിക്കണം എന്നുള്ളത് ഓരോ മിക്സി അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ആദ്യം അടിച്ചു തുടങ്ങുമ്പോൾ മിക്സിക്ക് നല്ലൊരു സ്മൂത്തായിട്ടുള്ള ശബ്ദമാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് അതിൻ്റെ ബ്ലേഡ് അങ്ങ് ടൈറ്റായിട്ട് ഒരു ശബ്ദം അങ്ങ് മാറും. അപ്പോൾ അത് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ക്രീം ബീറ്ററിലും മിക്സിയിലും അടിച്ചെടുക്കാൻ നമ്മൾ കണ്ടു. പക്ഷേ ഇത് രണ്ടിലും അടിച്ചെടുക്കുന്നത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ബീറ്ററിലാകുമ്പോൾ നമ്മൾ ക്രീം അടിച്ചെടുക്കുമ്പോൾ അത് നന്നായിട്ട് പൊലിച്ച് അതിൻ്റെ വോളിയം നന്നായിട്ട് കൂടുന്നുണ്ട്. കാരണം അത് ചെറിയ സ്പീഡ് തൊട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് നന്നായിട്ട് എയർ കയറി അത് നന്നായിട്ട് പൊങ്ങി വരും. അതേസമയം മിക്സിയിൽ ചെറിയ സ്പീഡില്ല, ലോ സ്പീഡാണെങ്കിലും അത് നല്ലൊരു സ്പീഡാണ്. അപ്പോൾ അത് ഒറ്റയടിക്ക് അങ്ങ് തിക്കായി വരികയാണ്, ഒത്തിരി എയർ ഒന്നും കയറുന്നില്ല. ക്രീം നന്നായിട്ട് വിപ്പായി കിട്ടുന്നുണ്ട്, പക്ഷെ നന്നായിട്ട് എയർ കയറാത്തതുകൊണ്ട് അതിൻ്റെ ഓളി അത്രയും ഇൻക്രീസ് ആവുന്നില്ല. പക്ഷേ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കാൻ അങ്ങനെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന പാൽ കൂടി ചേർത്ത് നന്നായിട്ട് ഒരു സ്പൂണോ സ്പാറ്റിലോ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. അതുകൊണ്ട് ബീറ്റർ കൊണ്ട് ചെയ്യുന്ന അതുപോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് മിക്സിയിൽ കിട്ടില്ല, പക്ഷേ മിക്സിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഐസ്ക്രീമിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, ഐസ്ക്രീമിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്കൂപ്പ് ചെയ്ത് നോക്കാം. അത് നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിലാണ് ഐസ്ക്രീം കിട്ടിയിരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, കടയിൽ നിന്നും വാങ്ങുന്ന അതേ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായും ബീറ്റർ കൊണ്ട് തയ്യാറാക്കുക. ബീറ്റർ ഇല്ലാത്തവർ മാത്രം മിക്സി കൊണ്ട് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.